ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്ന് വളരെ എളുപ്പത്തിൽ ഒരു പ്രോട്ടീൻ ദോശ തയ്യാറാക്കിയാലോ. പ്രോട്ടീൻ ദോശ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്ത് റെസിപ്പിയാണിത്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ. ഈ ദോശ ഉണ്ടാക്കി കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമുള്ള പരിപാടിയാണ്. അത് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് പരിപ്പുകളും കുറച്ച് പയറും അതുപോലെ തന്നെ ഓട്സും എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം സോക്ക് ചെയ്ത് വയ്ക്കുക. ചൂടോടെ ഉണ്ടാക്കി കഴിക്കുക. ചൂട് മാറിയിട്ട് ഉണ്ടാക്കി കഴിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കഴിക്കാൻ. ചൂടോടെ ഉണ്ടാക്കി കഴിക്കുക. തേങ്ങ ചട്നിയുടെ കൂടെ കഴിക്കാം, അതുപോലെ തന്നെ തക്കാളി ചട്നിയുടെ കൂടെ കഴിക്കാം, ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാം. അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കോമ്പിനേഷനായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി കഴിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കും കൊടുക്കാം, എല്ലാ പ്രായക്കാർക്കും കഴിക്കാം. എരിവ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചിട്ടൊക്കെ കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് അധികം എരിവോടുകൂടി കൊടുക്കേണ്ട. എല്ലാ പ്രായത്തിലും കഴിക്കാൻ പറ്റുന്ന ഈ പ്രോട്ടീൻ ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഉഴുന്നെടുത്തിട്ടുണ്ട്, ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്, മസൂർ ദാൽ എടുത്തിട്ടുണ്ട്, ചെറുപയർ എടുത്തിട്ടുണ്ട്, പിന്നെ എടുത്തിരിക്കുന്നത് കടലപ്പരിപ്പും തൂരപ്പരിപ്പും ഒക്കെയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഓട്സ് ആണ്. ഓട്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അരി യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ചെറുപയർ പരിപ്പ് 1/4 കപ്പ് എടുക്കുകയാണ്. അതുപോലെ തന്നെ ചെറുപയറും 1/4 കപ്പ് എടുക്കുകയാണ്. 1/4 കപ്പ് മസൂർ ദാൽ, 1/4 കപ്പ് കടലപ്പരിപ്പ്, 1/4 കപ്പ് തൂരപ്പരിപ്പ്. ഇതിലേക്ക് നമ്മൾ ഉഴുന്ന് ചേർക്കുന്നത് 1/2 കപ്പാണ്. ഉഴുന്ന് മുഴുവൻ ബോളായിട്ടുള്ളത് ചേർക്കാം, ഇല്ലെങ്കിൽ സ്പ്ലിറ്റ് ആയിട്ടുള്ള ഉഴുന്നാണെങ്കിലും ചേർക്കാം. ഇത് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു 4 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെ സോക്ക് ചെയ്യാൻ വയ്ക്കണം. അത് നന്നായിട്ട് സോക്കാവണം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടി സോക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ട് 3-4 പ്രാവശ്യം വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ധാരാളം വെള്ളം, ഇത്രയും വെള്ളം, ഞാനിപ്പോൾ ഈ പാത്രത്തിൽ ഇത്രയും പരിപ്പുകൾ എടുത്തിട്ടുള്ളൂ, ഇത്രയും വെള്ളം ഒഴിച്ചിട്ടാണ് സോക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് സോക്ക് ചെയ്ത് വയ്ക്കാം. അരിയാണെങ്കിൽ അരിയും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സോക്ക് ചെയ്യാം. 1/2 കപ്പ് അരി എടുക്കുക. അരിയല്ല, നമ്മൾ ഓട്സാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ അരയ്ക്കുന്നതിന് തൊട്ട് മുന്നേ ഓട്സും കൂടി ചേർത്ത് അരച്ചാൽ മതി. അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് ബാക്കി ഓട്സൊക്കെ എത്രയാണ് എടുക്കുന്നതെന്ന് പറയാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ പയറും പരിപ്പുകളും ഉഴുന്നും എല്ലാം സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് ഓട്സും എടുത്തിട്ടുണ്ട് കേട്ടോ. ഓട്സിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം, 1/2 കപ്പ് ആക്കാം. ഞാൻ 1/4 കപ്പ് എടുത്തിട്ടുള്ളൂ. പിന്നെ എരിവിനനുസരിച്ച് നമുക്ക് മുളക് എടുക്കാം. ഞാനിപ്പോൾ ഒരു 8 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. 8 എന്ന് പറഞ്ഞതിന് പകരം 4-3 വറ്റൽമുളക് ആയാലും മതി. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ 3-4 വറ്റൽമുളക് എടുക്കാം. പിന്നെ നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ 10 വറ്റൽമുളക് വരെ എടുക്കാം. നമുക്കിനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നതാണല്ലോ പരിപ്പുകളും എല്ലാം. ഇനി നമ്മളിത് കഴുകേണ്ട ആവശ്യമില്ല. കുറച്ചായിട്ട് 1-2 ബാച്ചായിട്ട് അരച്ചെടുക്കാം കേട്ടോ. വലിയ ജാറാണെങ്കിൽ ഒരു ബാച്ചിൽ തന്നെ അരയ്ക്കാൻ പറ്റും. ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണ് അരയ്ക്കാൻ പോകുന്നത്. ആദ്യം നമ്മുടെ വറ്റൽമുളക്, പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഉഴുന്നും പയറും പരിപ്പുകളും എല്ലാം ചേർത്ത് ഇതിലേക്ക് ഓട്സും ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ കായപ്പൊടിയും ഇത്രയും ചേർത്തിട്ടാണ് നമ്മൾ അരയ്ക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഫസ്റ്റ് ബാച്ചിൽ ഇത്രയാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് ഫൈനായിട്ട് അരയ്ക്കേണ്ട, ചെറിയ തരിതരിപ്പോടുകൂടി, വല്ലാതെ തരിതരിപ്പല്ല, ചെറിയ തരിതരിപ്പോടുകൂടി അരച്ചെടുക്കുക. കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതാ അരച്ചെടുത്ത് കഴിഞ്ഞു. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതൊക്കെ നമ്മൾ പൊളിക്കാൻ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഉണ്ടാക്കുന്ന ദോശയാണ്. ദോശയായിട്ടോ ഇഡ്ഡലി ആയിട്ടോ ഉണ്ടാക്കാം കേട്ടോ. ഇഡ്ഡലി ആകുമ്പോൾ നമ്മളൊരു 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കണം. ഇപ്പോൾ ഇതാ നല്ല തിക്കാണ്, ഇത് കണ്ടോ. ഇതിലേക്ക് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒന്നുകൂടി ഒന്ന് കറക്കി എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. ഇതിൽ നിന്ന് കുറച്ചുകൂടി ലൂസാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ എന്താ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം. ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം, ഉപ്പ് കുറവായിരിക്കും, കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ദോശ ഇപ്പോൾ തന്നെ ഉണ്ടാക്കാം. പിന്നെ നമുക്ക് അരച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഉടനെ തന്നെ എടുത്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് എപ്പോഴാണോ കഴിക്കേണ്ടത് അപ്പോൾ ഉണ്ടാക്കാം. പുറത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പുളിച്ചു പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉടനെ തന്നെ അരച്ച് ഉടനെ തന്നെ ഉണ്ടാക്കാം. പിന്നെ
നമുക്ക് കഴിക്കേണ്ടത് എപ്പോഴാണോ അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ട് അപ്പോൾ ഉണ്ടാക്കി കഴിക്കാം. അല്ലാതെ പുളിച്ച് പൊങ്ങേണ്ട ആവശ്യമില്ല. ഞാനൊന്ന് ഉപ്പൊക്കെ ചെക്ക് ചെയ്യട്ടെ. ഉപ്പ് കുറവാണ്. കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ കറിയൊന്നും വേണമെന്നില്ല കേട്ടോ. നമ്മൾ ആ വറ്റൽമുളക് ചേർത്ത് അരച്ചതുകൊണ്ട് തന്നെ കറിയൊന്നും ആവശ്യമില്ല. കറി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചട്നി ഉണ്ടാക്കാം. തേങ്ങ ചട്നി ആയിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് ദോശക്കല്ല് ചൂടാക്കാം, അല്ലെങ്കിൽ ചപ്പാത്തി പാൻ ചൂടാക്കാം. നോൺ സ്റ്റിക്ക് പാനിലോ ദോശക്കല്ലിലോ ഏതിലോ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി പാൻ ചൂടാക്കിയിട്ട് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മളിപ്പോൾ ദോശ ഉണ്ടാക്കാനായിട്ട് ദോശക്കല്ല് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നല്ലെണ്ണയോ നെയ്യോ ഉപയോഗിച്ചിട്ട് ദോശ ഉണ്ടാക്കാം. നല്ലെണ്ണയാണ് കൂടുതൽ നല്ലത്. നിങ്ങൾക്ക് തിക്കായിട്ടുള്ള ദോശ ഉണ്ടാക്കാം, തിന്നായിട്ടുള്ള ദോശ ഉണ്ടാക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം കേട്ടോ. ഞാനിപ്പോൾ 2 സൈഡിലും മറിച്ചും തിരിച്ചിട്ടിട്ടാണ് ദോശ വേവിച്ചെടുക്കാൻ പോകുന്നത്. ഒരുപാട് വലിയ ദോശയുമല്ല, അധികം ചെറിയ ദോശയല്ല, ഒരു മീഡിയം വലിപ്പത്തിലുള്ള ദോശ. ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ ദോശ ഉണ്ടാക്കിയിട്ടുള്ളത്. അധികം തിക്കുമല്ല, അധികം തിന്നുമല്ലാത്ത രീതിയിൽ. ഇനി ദോശയൊന്ന് കുക്കായി വരട്ടെ. ദോശ കുക്കായി വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് നല്ലെണ്ണ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പൊങ്ങാൻ വേണ്ടി വെച്ചിട്ടില്ലല്ലോ, അപ്പോൾ വിട്ട് കിട്ടാൻ എളുപ്പത്തിനാണ് കുറച്ച് നല്ലെണ്ണ ഒന്ന് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ ദോശയൊന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ദോശയുടെ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡും ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ദോശ ദാ റെഡി ആയി കഴിഞ്ഞു. നമുക്കിത് തിരിച്ചിട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ പ്രസൻറ്റ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി ഭംഗി ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ദോശയും ഉണ്ടാക്കിയെടുക്കാം. ഇതാ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. 3 ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ദോശ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഒരു നേരം ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ദോശയാണ്. ഹെൽത്ത് നോക്കുന്ന ആളുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ദോശയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറന്നു പോകരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.